യോഗയും നാച്ചുറോപ്പതിയും പ്രകൃതി ചികിത്സാ വിദഗ്ധ ഡോക്ടർ അഖില വിനോദ് സംസാരിക്കുന്നു. യുജ് എന്ന പദത്തിൽ നിന്നാണ് യോഗയുടെ ഉത്ഭവം. ആ യുജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിയൻ എന്നാണ്. അതേപോലെ തന്നെ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് മനുഷ്യനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് നാച്ചുറോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും, നാച്ചുറോപ്പതി, യോഗയും, ഇത് രണ്ടും ചേർന്ന് ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്തെടുക്കാം. അത് രണ്ടും ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളതാണ്. അതായത് ഒരു വ്യക്തി വരുമ്പോൾ അവരെ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല, എല്ലാ രീതിയിലും, അതായത് ഭക്ഷണ രീതികൾ, യോഗ, അതുപോലെ തന്നെ മസാജ്, അക്യുപഞ്ചർ, ഇങ്ങനെ എല്ലാ രീതികളിലും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇനി ഒരിക്കലും ആ ഒരു അസുഖം അവരിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു തടവിടലും കൂടിയാണ് ഈ ഒരു യോഗ ആൻഡ് നാച്ചുറോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു കോട്ടാണ് നമ്മുടെ നാച്ചുറോപ്പതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന്. കാരണം നമ്മൾക്കൊരു അസുഖം വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നിച്ചുള്ള ഒരു ചികിത്സാവിധിയാണ് നമ്മൾ ഓരോ നാച്ചുറോപ്പത്സും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷനും അക്യുപഞ്ചർ, ഹൈഡ്രോതെറാപ്പി, യോഗ തെറാപ്പി. നമ്മളൊരു യോഗ ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലല്ല നമ്മളവിടെ വരുന്നത്. യോഗ ഒരു തെറാപ്പി മോഡലിലാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇപ്പൊ ഡയറ്റ് ആണെങ്കിലും ഡയറ്റ് ആസ് എ തെറാപ്പിയാണ്. എന്താണ് ആ രോഗിക്ക് വേണ്ട ഭക്ഷണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ക്രമീകരിച്ചു കൊടുക്കേണ്ടത്. കാരണം ഒരു വ്യക്തിയുടെ ഭക്ഷണ രീതി ആയിരിക്കില്ല രണ്ടാമത്തെ ഒരു രോഗിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആ എല്ലാത്തിനെയും ഒരു തെറാപ്പി മോഡലിൽ ആദ്യം വരുമ്പോൾ അവരൊരു രോഗിയായിട്ടായിരിക്കും വരുന്നത്. ആ രോഗിയെ നമ്മൾക്ക് ഒരിക്കലും രോഗവിമുക്തനാക്കുന്ന മാത്രമല്ല, എന്താണ് എൻ്റെ അസുഖം, അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു ഗൈഡൻസ് കൊടുത്ത് നമ്മളൊരു അവയർനെസ്, അവരുടെ ശരീരം ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ്. കാരണം എല്ലാവരുടെയും ബോഡിയിലുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റുമ്പോൾ നമ്മളിപ്പോൾ കാണാറില്ലേ, ഇപ്പൊ നമ്മൾക്ക് വണ്ടിയുടെ സ്പെയർ പാർട്സിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കണു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി ഇനി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള കേടുപാടുകൾ എല്ലാം ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ വണ്ടി നിലത്തിൽ ഇറങ്ങണം. അതുപോലെ തന്നെ അത് വീണ്ടും വർക്ക് ചെയ്യാനുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയുള്ള ഒരു ബോഡി റിപ്പയറിങ് നമ്മൾ നടത്താനായിട്ട് ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ് ഈ യോഗയും അതുപോലെ തന്നെ നാച്ചുറോപ്പതി. യോഗ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള എക്സസൈസ് ഫോംസും വേണം. അതായത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ജിമ്മാണോ യോഗയാണോ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ജിമ്മിന് ജിമ്മിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ യോഗയ്ക്കുള്ള ഗുണം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ബാലൻസ് ആണ് നമുക്കവിടെ കൊടുക്കാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും വേറൊരു എക്സസൈസ് ഫോംസിനും ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതിനകത്ത് എനിക്ക് സംശയമുണ്ട്. കാരണം യോഗ ഒരു 1 hour പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അവനവന്റെ ശരീരത്തിനെയും മനസ്സിനെയും കൂടുതൽ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രോഗത്തെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്, നമ്മൾ രോഗകാരണത്തിനെയാണ് ചികിത്സിക്കുന്നത്. കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു റിസൾട്ട് കിട്ടും. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികൾക്കും നമ്മൾ അവർ പോലും അറിയാത്ത അവരുടെ മൂലകാരണത്തിന് കണ്ടുപിടിച്ചു കൊടുക്കുകയാണ്. ആ കണ്ടുപിടിച്ചതിലൂടെ ആദ്യം സെറ്റാക്കുന്നത് അവരുടെ ഭക്ഷണക്രമം തന്നെയാണ്. ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഫുഡ് ഷാൽ ബി ദ മെഡിസിൻ ആൻഡ് മെഡിസിൻ ഷാൽ ബി ദ ഫുഡ് എന്നാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് നിങ്ങളെ തീർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം എന്താണോ അത് നിങ്ങൾ കഴിച്ച ആഹാരത്തിൻ്റെയാണ്. ഞാൻ കഴിച്ച ആഹാരമാണ് എന്നെ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിനെ നിർണ്ണയിക്കുന്നു എന്നെന്ന് പറയാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ഇപ്പൊ ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് മലബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് അവർ കഴിച്ച ഭക്ഷണ രീതികളുടെയും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിൻ്റെയാണ്. പലരും വന്നിട്ട് മലബന്ധത്തിന്റെ കാര്യമൊക്കെ മറച്ചു വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുന്ന അവരുടെ വയറിനെയാണ്. വയറിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് ബാക്കി എന്ത് കാര്യങ്ങളിലേക്കും കടന്നിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് മസാജ്, അക്യുപഞ്ചർ, കപ്പിംഗ് തെറാപ്പി. ഇത് അക്യുപഞ്ചറും കപ്പിംഗ് തെറാപ്പിയും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പെയിൻ മാനേജ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ ഈ നാച്ചുറോപ്പതിയിലുള്ള സബ്ജക്ട്സിനെ പറ്റി പലരും അറിവില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് അതിൻ്റെ ഒരു കോളേജ് ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ട് ഡോക്ടറെ ഒരു യോഗ ഫോർ ബാക്ക് പെയിൻ തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് വേദനയും നീർക്കെട്ടും ഉള്ള ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ യോഗ ഫോർ ബാക്ക് പെയിൻ ചെയ്യാൻ പാടില്ല.
കാരണം നമ്മളൊരു യോഗ തെറാപ്പിസ്റ്റാണ്. 5.5 വർഷം ബിരുദം നേടിയവരെയാണ് യോഗ തെറാപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് തന്നെ ഗ്രൂപ്പ് യോഗ ക്ലാസ്സുകളുണ്ട്. ഞാൻ ഒരിക്കലും അതിനകത്ത് ചേരരുതെന്നേ പറയുള്ളൂ. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് അവരുടെ വേദനയും നീർക്കെട്ടും മാറ്റിയതിന് ശേഷം മാത്രമേ അവരൊരു ഗ്രൂപ്പ് യോഗയിലേക്ക് അവർ എലിജിബിൾ ആവുന്നുള്ളൂ. അതിപ്പോൾ എവിടെയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ വേദനയും നീർക്കെട്ടും ഉള്ളപ്പോൾ ഒരു അഭ്യാസങ്ങൾക്കും പോകരുതെന്നേ പറയുള്ളൂ. കാരണം ആ നീർക്കെട്ട് കൂടിയിട്ട് 2-3 ദിവസം പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നേക്കാളും എപ്പോഴും നല്ലത് നമ്മളുടെ വേദനയും നീർക്കെട്ടും എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു നോർമൽ യോഗയിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സസൈസിലേക്കോ പോകുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഉള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിനോടുള്ള വിശ്വാസം പലർക്കും കുറവാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മോഡേൺ അപ്രോച്ച് ഇല്ല എന്നുള്ള ഒരു ഇതാണ്. അതായത് ഒരു പ്രാകൃത ചികിത്സയാണ് പ്രകൃതി ചികിത്സ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് വരുന്നത് എന്താ വെച്ചാൽ ഉള്ളിലേക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് എല്ലാ ബ്ലഡ് ടെസ്റ്റും അവരുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറവാണ്, അതിനെ നമ്മൾ ന്യൂട്രീഷണൽ തെറാപ്പി വെച്ചോ നമ്മൾ വൈറ്റമിൻസും മിനറൽസിന്റെ ഡെഫിഷ്യൻസി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഭക്ഷണ രീതി ക്രമീകരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ യോഗ ഒരു തെറാപ്പി ആയിട്ട് കൊടുക്കുക. ആ വ്യക്തിക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് 10 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഒരു 5 കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് യോഗ ക്ലാസ്സിൽ ചെയ്യാൻ പാടില്ലാത്തതുണ്ടാവും. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് യോഗ തെറാപ്പിയിൽ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിലൂടെ, അതായത് ഈ ആളുടെ മൂലകാരണം കണ്ടുപിടിച്ച് അവരുടെ ഭക്ഷണ രീതി കറക്റ്റാക്കി പിന്നെ അവർക്ക് എന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ യോഗ അവരെ അഭ്യസിപ്പിക്കുകയാണ്. ആ യോഗ അഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതിലൂടെ അവരുടെ മാനസികമായ ആരോഗ്യമാണ്. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പല മരുന്നുകളും കഴിച്ചു, ആഹാരം കറക്റ്റാക്കി, എന്നാലും അവരുടെ മനസ്സിലപ്പോൾ പറയും എനിക്ക് ആങ്സൈറ്റിയും ടെൻഷനും മാറുന്നില്ല ഡോക്ടറെ, എന്തൊക്കെ ചെയ്തിട്ടും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അവർ ചെയ്തിട്ടില്ല. അപ്പൊ ആ യോഗ പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ പറയാറുണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ അത് സയന്റിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അതായത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ റൈറ്റും ലെഫ്റ്റുമായിട്ടുള്ള ബ്രെയിനിന്റെ ഒരു കോർഡിനേഷൻ ആണ് അവിടെ വരുന്നത്. നമ്മളൊരു സിമ്പതറ്റിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഒരു വശം സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണെന്ന് വിചാരിച്ചാൽ അതെപ്പോഴും അയ്യോ ദേ ഒരു കാള കുത്താൻ വരുന്നു എന്ന് പറഞ്ഞൊരു മോഡിലായിരിക്കും. എപ്പോഴും ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് അതിനെ പറയും. അതേസമയം പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മുനി പോലെ, അതായത് എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് പാരാസിമ്പത്തറ്റിക്. ഈ 2 കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിനുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തി ബാലൻസ് ആവുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ സത്യം. അപ്പൊ ഈ ബാലൻസ് വരുത്താൻ ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് യോഗ തന്നെയാണ്. അപ്പൊ ഒരു 3 മാസം കൊണ്ട് ഒരു വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊണ്ടും ഫുഡ് കൊണ്ടും ഒക്കെ ഉണ്ടായി തീർത്തതെന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. വേറൊരു പരമാർത്ഥം എന്ന് പറയുന്നത് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഗട്ട് എന്ന് പറയും. എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് നമ്മുടെ വയറിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സത്യം അവരെ മനസ്സിലാക്കി ഫുഡിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചികിത്സാ രീതിയുടെ ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ഡോക്ടറിനെയും കാണേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ 2-3 മാസം കൊണ്ട് ഒരു വ്യക്തിയെ അവരെന്താണെന്ന് സ്വയം മനസ്സിലാക്കിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ അവരെ പഠിപ്പിച്ചും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിവെൻഷൻ ഏരിയ ആണ്. അല്ലാതെ സിംറ്റംസിനെ നോക്കിയിട്ടല്ല, ലക്ഷണങ്ങളെയല്ല നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ആ വ്യക്തി ഒരു തലവേദനയായിട്ടാണ് വന്നതെങ്കിൽ ആ വ്യക്തിയുടെ വയറാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തിട്ട് ആ തലവേദന മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ആ ഒരു മൂഡിലേക്കാണ് എല്ലാവരും പോകേണ്ടത്. ഒരു വ്യക്തിക്ക് അവനവനെ തന്നെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഈ യോഗ ആൻഡ് നാച്ചുറോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വയം പര്യാപ്തരാവുകയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. അവർക്കൊരു അസുഖം വരുമ്പോൾ അവരാകെ പാനിക് ആവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡോക്ടറെ. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ ഭയത്തിനെയാണ് നമ്മൾ അവിടെ മാറ്റി കൊടുക്കുന്നത്. ആ ഭയം ഇല്ലാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ആരോഗ്യവാന്മാരാവും അല്ലെങ്കിൽ ആരോഗ്യവതികളാവും. യോഗയും നാച്ചുറോപ്പതിയും പ്രകൃതി ചികിത്സാ വിദഗ്ധ ഡോക്ടർ അഖില വിനോദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha